അടിപൊളി ടേസ്റ്റിലുള്ള ചിക്കൻ ചുക്കയാണ്. ചിക്കൻ ചുക്ക എല്ലാവർക്കും തന്നെ ഫെമിലിയർ ആണ്. അത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് എന്നാൽ ഏറ്റവും ഈസി ആയിട്ട് സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോണത്. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാവുന്നൊരു സംഭവമാണ് ഇത്. ഞാൻ 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. 1/2 കിലോ ചിക്കൻ ചെറിയ പീസസ് ആയിട്ട് സാധാരണ പോലെ കട്ട് ചെയ്തിട്ടുണ്ട്. അതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിനുള്ള ഉപ്പ്. മഞ്ഞൾ വളരെ കുറച്ച് മതി, കാരണം നമ്മുടെ ചിക്കൻ ചുക്കയുടെ കളറ് മാറിപ്പോവും മഞ്ഞൾ ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ മഞ്ഞൾ വളരെ കുറച്ചിട്ടിട്ട് ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അവിടെ മാറ്റി വയ്ക്കുക. അതിനുശേഷം പാത്രം അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നതിന് ഞാനൊരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് 2 സവാള ഫ്രൈ ചെയ്യാനുണ്ട്. ചെറിയ 2 സവാളയാണ് കേട്ടോ. 1/2 കിലോ ചിക്കനിലേക്ക് ചെറിയ 2 സവാള സ്ലൈസ് ചെയ്തിട്ട് നമ്മൾ ബിരിയാണിക്കൊക്കെ ഇങ്ങനെ ഗോൾഡൻ കളറിൽ ഫ്രൈ ചെയ്യുമല്ലോ, അതുപോലെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഒരുപാട് എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഫ്രൈ ആവും, പക്ഷേ ആ എണ്ണ പിന്നെ ബാലൻസ് വരും എന്ന് വിചാരിച്ചിട്ട് ഞാൻ വളരെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. ഇപ്പോൾ ഇതാ ഫ്രൈ ആയിട്ടുണ്ട്. ഞാനിനി ഈ എണ്ണയിൽ തന്നെയാണ് ചുക്ക ഉണ്ടാക്കാൻ പോകുന്നത്. ഫ്രൈ ആകുമ്പോൾ അത് കോരി മാറ്റി വയ്ക്കുക. ഇനി ആ സെയിം എണ്ണയിൽ തന്നെ, കൂടുതൽ എണ്ണ ഉണ്ടെങ്കിൽ കുറച്ച് എണ്ണ മാറ്റി വയ്ക്കുക. ആ സെയിം എണ്ണയിൽ തന്നെ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങാക്കൊത്ത് കുറച്ച് കൂടുതലൊക്കെ ഇഷ്ടമുള്ളവർക്ക് കൂടുതലിടാം. തേങ്ങാക്കൊത്തും കൂടി ഉണ്ടാകുമ്പോൾ ഇത് ചുക്ക നല്ല ടേസ്റ്റാണ്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി മിക്സിയിൽ പേസ്റ്റാക്കി എടുത്തതാണ് ഞാൻ. 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ആ റോ ടേസ്റ്റ് ഒന്ന് മാറണം. ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കണം. 2 പച്ചമുളക് നടുകെ കീറിയിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതലിട്ട് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ പച്ച മണം ഒന്ന് മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതലിടാം. 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തു. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും മുളക് പൊടിയും 1 ടീസ്പൂണും ഗരം മസാല 1/2 ടീസ്പൂണും. ഇത്രയും പൊടികൾ മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇപ്പോൾ ഇനി അതിൻ്റെ ആ ഒരു പച്ചമണം മാറാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ആ കൂട്ടത്തിൽ തന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. കറിവേപ്പിലയൊക്കെ കുറച്ച് കൂടുതൽ ഇട്ടിരുന്നാൽ നല്ല ടേസ്റ്റാണ്. അതിലേക്ക് 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 കിലോ ചിക്കനിലേക്ക് 2 തക്കാളി തീരെ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഇനി ഈ തക്കാളി ഒന്ന് നന്നായിട്ട് വെന്ത് കുഴഞ്ഞ് വരണം. അതിന് വേണ്ടിയിട്ട് ഞാൻ അടച്ച് വെക്കുന്നുണ്ട്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുക. അപ്പോൾ തക്കാളിക്കൊന്ന് സോഫ്റ്റായിട്ട് വരും. തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. ഇപ്പോൾ ഈ സമയത്ത് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പോൾ ഉപ്പിട്ടിട്ടുണ്ട്, എന്നാൽ പോലും ഈ മസാലയിലേക്കുള്ള ഉപ്പ് ഈ സമയത്ത് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. ചിക്കൻ ഒരു അരമണിക്കൂർ നേരമെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇനി വെള്ളം ഒട്ടും തന്നെ ഒഴിക്കരുത് ഇതിൽ, കാരണം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനിൽ തന്നെ ഒരുപാട് വെള്ളം ഇങ്ങനെ ഇറങ്ങി വരും. അപ്പോൾ ഈ മസാലയൊക്കെ ഇതിലേക്കൊന്ന് ചേർക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ അടച്ച് വെച്ച് വേവിക്കുകയാണ്. അടച്ച് വെച്ച് വേവിക്കുമ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ച് വേവിക്കുമ്പോൾ ചിക്കനിലുള്ള വെള്ളം എല്ലാം അങ്ങ് ഇറങ്ങി വരും. അപ്പോൾ അതിൽ കിടന്നിട്ട് വേണം ചിക്കൻ വേവാൻ. ഇതുപോലെ ഇളക്കി യോജിപ്പിച്ച് ഒന്ന് ഒതുക്കി വെച്ചതിന് ശേഷം അടച്ച് വെക്കുക. ഇപ്പോൾ കണ്ടോ, നമ്മൾ ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല, എന്നാൽ പോലും വെള്ളം ഇതിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഈ വെള്ളത്തിൽ കിടന്ന് തന്നെയാണ് ഈ ചിക്കൻ വേവേണ്ടത്. ഇനി നമ്മൾ അടച്ച് വെക്കുന്നില്ല, ഇതിലിട്ടിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഡ്രൈ ആക്കി എടുക്കണം. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഫ്രൈ ചെയ്ത ഓണിയനാണ്. അത് കൈ കൊണ്ട് തന്നെ ഒന്നിങ്ങ് തിരുമ്മിയിട്ട് ഇട്ട് കൊടുക്കുക. പൊടിയണം എന്നില്ല എങ്കിൽ പോലും കൈ കൊണ്ട് ഒന്ന് പൊടിച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. 2 സവാള തന്നെ കംപ്ലീറ്റ് ആയിട്ട് വേണം 1/2 കിലോ ചിക്കനിലേക്ക്. ഇപ്പോൾ നമുക്കിങ്ങനെ ഒരുപാട് വെള്ളം ഉള്ള പോലെ ഒരു കറിയായിട്ട് തോന്നും, പക്ഷേ നമ്മൾ സവാളയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ അത് അങ്ങ് ഡ്രൈ ആയിക്കോളും. ശരിക്കും ചിക്കൻ ചുക്ക എന്ന് പറയുമ്പോൾ ഒരു ഡ്രൈ ഐറ്റമാണ്. ഇപ്പോൾ ഏകദേശം വെള്ളമൊക്കെ ഒന്ന് ഇതായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 2 മിനിറ്റും കൂടി ഒന്ന് അടച്ച് വെക്കുക.
എന്നിട്ട് നമ്മൾ ആ പാത്രത്തിലിട്ടിട്ട് തന്നെ ഒട്ടും വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മുടെ മസാലയൊക്കെ പുരണ്ടിരിക്കുന്ന രൂപത്തിലാക്കുക. ഏറ്റവും അവസാനം നമ്മൾ 1 ടീസ്പൂൺ പെരുംജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/2 ടീസ്പൂൺ കുരുമുളക്. ഇത് നിർബന്ധമായിട്ടും ചേർക്കണം. അവസാനം പെരുംജീരകവും കുരുമുളകും നിർബന്ധമായിട്ടും ചേർക്കണം. ഇപ്പം നമ്മുടെ ചിക്കൻ ചുക്ക ഏകദേശം റെഡി ആയിട്ടുണ്ട്. അവസാനമായിട്ട് ഫ്ലെയിം ഓഫാക്കിയ ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഫ്ലെയിം വേണമെന്നില്ല, ഒന്ന് ഇളക്കിയെടുക്കുക. ഇപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ചിക്കൻ ചുക്ക റെഡിയായി. നെയ്ച്ചോറിൻ്റെ കൂടെ അതുപോലെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. പ്രത്യേകിച്ച് ഫ്രൈ ചെയ്ത ഓണിയനൊക്കെ ചേർക്കുന്നൊരു ഐറ്റം ആയതുകൊണ്ട് തന്നെ അടിപൊളിയാണ്. ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. താങ്ക്